ഇന്നത്തെ കുട്ടികളുടെ ഫോൺ അഡിക്ഷൻ കാരണം അവരുടെ ചൈൽഡ്ഹുഡ് തന്നെ സ്റ്റീൽ ചെയ്യുന്നെന്ന് തോന്നിയിട്ടുണ്ടോ? ഒരു കാലത്ത് നമുക്ക് നോക്കിയാൽ മതി, കുട്ടികൾ നമ്മുടെ ഒക്കേഷൻസിലും മാരേജസിലും ഒക്കെ ഗ്യാദർ ചെയ്യുമ്പോൾ അവരുടെ കളിയും ചിരിയും ലൗഡ് വോയിസസും ഒക്കെ ആയിരുന്നു. ഇന്ന് കുട്ടികൾ തലകുനിച്ച് സ്ക്രീനിലോട്ട് നോക്കി ഒരു ഐ കോണ്ടാക്ട് പോലും ഇല്ലാതെ ഒന്നും അവരെ എൻ്റർടൈൻ ചെയ്യുന്നില്ല, അവർക്കൊന്നും സംസാരിക്കാനുമില്ല. മെനി പേരൻസ് ഇപ്പോഴും ചിന്തിക്കുന്നത് മൊബൈൽ ഫോണിൻ്റെ ഈ ലോകത്ത്, ടെക് വേൾഡിൽ ഫോണില്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ കുട്ടികൾ പുറകിലോട്ടാകുമോ, ഇത് ചെയ്യാതിരിക്കുന്നതല്ലേ പ്രശ്നം എന്നൊക്കെ. ഈ 13 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കുന്നതിൻ്റെ ഡാമേജ് നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറമാണ്. എക്സ്പെഷ്യലി ലാക്ക് ഓഫ് ഫോക്കസ്. അവർക്ക് ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ ഇപ്പോൾ പറ്റുന്നില്ല. ചെറിയ ചെറിയ കോൺവെർസേഷൻ സ്വന്തമായിട്ട് തുടങ്ങാൻ പോലും അവർക്ക് പറ്റത്തില്ല. ഇമോഷണൽ ചേഞ്ചസ്, അവർ പെട്ടെന്ന് അപ്സെറ്റ് ആകും, അവർക്ക് ലോൺനെസ് ഫീൽ ചെയ്യും, അവർക്ക് ഈ റിയൽ വേൾഡിൽ ഒന്നും അവരെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നില്ല. ആങ്കർ ഇഷ്യൂസ്, മൊബൈൽ എടുത്തു കഴിയുമ്പോൾ അതിന് ഉണ്ടാകുന്ന ടാൻട്രംസും ഫ്രസ്ട്രേഷനും അഗ്രഷനും ദേഷ്യമൊക്കെ ഭയങ്കര കൂടുതലായിട്ട് വരുന്നു. പിന്നെ ഒരു കാര്യമില്ലാതെ കള്ളത്തരം പറയുക, ഹൈഡ് ചെയ്യുക, മൊബൈൽ കിട്ടാതെ ഇരിക്കുമ്പോൾ അത് ഉപയോഗിക്കുന്നേ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഹൈഡ് ചെയ്ത് വെക്കുക. ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളാണ്. ഇപ്പം അറൗണ്ട് 50 ചിൽഡ്രൻ ആണ് ലാസ്റ്റ് ഇയർ ഗെയിം അഡിക്ഷൻ്റെ പേരിൽ സൂയിസൈഡ് ചെയ്യുകയും മോർ ദാൻ 2000 കുട്ടികളാണ് ഡിജിറ്റൽ അഡിക്ഷൻ്റെ പേരിൽ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിലും ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇത് ജസ്റ്റ് നമ്പേഴ്സ് അല്ല, റിയൽ ചിൽഡ്രൻ ആണ്, റിയൽ ഫാമിലീസ് ആണ് ഇതിൻ്റെ പേരിൽ സഫർ ചെയ്യുന്നത്. മൊബൈൽസ് ആർ നോട്ട് ഹാംലെസ് ചോയ്സ്. ചിൽഡ്രൻ അണ്ടർ 13 നമുക്ക് മൊബൈൽ കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല. നമുക്ക് കുട്ടികളുടെ ചെറിയ ആ ചൈൽഡ്ഹുഡ് തിരിച്ചു കൊടുക്കാം. ഫണ്ണും ഗെയിമും ലാഫും ഒക്കെ ആയിട്ട് ഈ വേൾഡിനെ അവർ അതായിട്ട് കാണട്ടെ. ഇപ്പം എല്ലാ പേരൻസിനോടും എനിക്ക് പറയാനുള്ളത്, ചോയ്സ് ഈസ് യുവേഴ്സ്. ഒന്നെങ്കിൽ അവർക്ക് സ്ക്രീൻസ് കൊടുക്കാം, അല്ലെങ്കിൽ അവർക്കൊരു ലൈഫ് കൊടുക്കാം. ദ ടൈം ടു ആക്ട് നൗ.